A+ട്യൂബിലേക്ക് സ്വാഗതം. വിദേശത്ത് നമ്മൾ ഇവിടെ നിന്നും നമ്മുടെ നാട്ടിൽ നിന്നും പണം അയക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം? എപ്പോഴാണ് നമ്മൾ വിദേശത്തേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും പണം അയക്കേണ്ടി വരുന്നത്? വിദേശത്തുള്ള ഒരു പക്ഷേ നമ്മുടെ മക്കൾക്കോ ബന്ധുക്കൾക്കോ എന്തെങ്കിലും സാമ്പത്തിക ആവശ്യങ്ങൾ വന്നാൽ നമുക്ക് ഇവിടെ നിന്നും അവരെ സഹായിക്കുന്നതിനായി പണം അയച്ചു കൊടുക്കാൻ പറ്റും. വിദേശത്ത് പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം അയച്ചു കൊടുക്കേണ്ടി വരും. ഇങ്ങനെ വിദേശത്തേക്ക് പണം അയക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും വിദേശ രാജ്യത്തേക്ക് പണം അയക്കുന്നതിന് അനുമതിയുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുക. ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം, വിദേശ നാണയ വിനിമയ ചട്ടം, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ഫെമ പ്രകാരമുള്ളതാണ്. ഇത് പ്രകാരം ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് RBIയുടെ പ്രത്യേക അനുവാദം വാങ്ങാതെ ഒരു സാമ്പത്തിക വർഷം, പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു സാമ്പത്തിക വർഷം, ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് ഏപ്രിൽ 1 മുതലാണ് സാമ്പത്തിക വർഷം തുടങ്ങുന്നത്. ഈ സാമ്പത്തിക വർഷം 2.5 ലക്ഷം $US വരെ നമുക്ക് പണമായി അയക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇതിൽ പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഇല്ലാത്തതുകൊണ്ട് ഇക്കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഓർക്കേണ്ടത്. ഏതാണ്ട് 7 ലക്ഷം രൂപ വരെ നമുക്ക് ഒരു വർഷം അയക്കാം. പ്രത്യേകിച്ച് അതിന് അനുവാദത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത് വ്യക്തികളാ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തി ആകാത്തവരും ഉൾപ്പെടും എന്ന് ഓർക്കുക. ഇവിടെ നിന്ന് അയക്കുന്നതിന് പ്രായപൂർത്തി ആയിരിക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല എന്നുള്ളതാണ്. അല്ലാത്തവർക്കും പണം അയക്കാൻ കഴിയും. ഇത് പ്രത്യേകിച്ച് അറിയേണ്ട ഒരു കാര്യം, ഇന്ത്യക്ക് പുറത്ത് വിദേശ നാണയ അക്കൗണ്ട് നമുക്ക് തുടങ്ങാൻ കഴിയും, സ്വത്ത് വാങ്ങാൻ കഴിയും, നിക്ഷേപം നടത്താൻ കഴിയും, സ്വകാര്യ സന്ദർശനം നടത്താൻ കഴിയും. ഇതിനൊക്കെ വേണ്ടി നമുക്ക് പണം അയക്കാൻ തീർച്ചയായും RBIയുടെ പ്രത്യേക അനുവാദം, നേരത്തെ പറഞ്ഞ മാനദണ്ഡം ഓർക്കുക. നമ്മൾക്ക് അനുവാദം വേണ്ട, നമുക്ക് അയക്കുകയും ചെയ്യാം. ഇനി വിദേശത്തുള്ള ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് നൽകണം, ഒരു ഡൊണേഷൻ നൽകണം. അതിനും മാത്രമല്ല, ഒരു ബിസിനസ് യാത്രയ്ക്ക് വേണ്ടിയും ചികിത്സയ്ക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയും വിദേശത്ത് ജോലിക്ക് പോകാനും ഒക്കെയായി ഇത്തരത്തിലുള്ള പണം നമുക്ക് അയക്കാൻ കഴിയുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ നമ്മൾ തുക അയക്കുമ്പോൾ ഒരു നിശ്ചിത നിരക്കിൽ ഉള്ള TCS നമ്മൾ നൽകേണ്ടി വരും എന്നുള്ളതും മറക്കാതിരിക്കുക. അത് സ്രോതസ്സിൽ നിന്ന് തന്നെ ഈ ടാക്സ് പിടിക്കുകയും ചെയ്യും. TCS വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി അയക്കുന്ന പണത്തിന് TCS ബാധകമാണ് എന്നുള്ളതും ഇനി വിശദമായി പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ ഏകദേശം 5% 2023, കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ 2023 മുതൽ ഈ 20% TCS ഉയർത്തിയിട്ടും ഉണ്ട്. പാൻ ഇല്ലാത്തവർക്കാണെങ്കിൽ TCS ഇരട്ടിയായി നൽകേണ്ടിയും വരും. വിദേശ ടൂർ പാക്കേജ് ഒഴികെയുള്ളവയ്ക്ക് പണം അയക്കുമ്പോൾ അതിൻ്റെ ശരിയായ ലക്ഷ്യം കണക്കാക്കാതെ 7 ലക്ഷം രൂപ വരെ TCSൽ നിന്നും ഒഴിവാക്കിയിട്ടും ഉണ്ട്. വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം ഏർപ്പാടാക്കുന്ന എല്ലാ പദ്ധതിയും ടൂർ പാക്കേജായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് ഓർത്തിരിക്കുക. യാത്രയായാലും ഹോട്ടൽ താമസമായാലും ബന്ധപ്പെട്ട ചെലവുകൾ ആയാലും ഇതെല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുകയും ചെയ്യും. അത് ഒന്ന് വിശദമായി പറഞ്ഞാൽ, നമ്മൾ പണം അയക്കുന്നത് വിദേശത്തെ ടൂർ പാക്കേജ് പർച്ചേസ് ചെയ്യുന്നതിനാണെങ്കിൽ ഈ ഒഴിവാക്കിയ പരിധി അതിന് ബാധകം അല്ല. TCS ആണെങ്കിൽ 7 ലക്ഷം വരെ 5% ആണ്, 7 ലക്ഷത്തിൻ്റെ മുകളിൽ 20% വരെയുമാണ്.
ബോണ്ടുകൾ, സ്റ്റോക്കുകൾ, റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്, പ്രവാസികൾക്ക് സമ്മാനമായി നൽകുന്നതിന് ഒക്കെ ഒഴിവാക്കിയ പരിധി 7 ലക്ഷം രൂപയാണ്. ടി സി എസിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. അതിൻ്റെ നിരക്ക് 20% ടി സി എസിൻ്റെ നിരക്കും. അടുത്ത് ചികിത്സാ ചെലവുകൾക്ക് വേണ്ടിയാണെങ്കിൽ ഒഴിവാക്കിയ പരിധി 7 ലക്ഷം രൂപ വരെയാണ്. അതിൻ്റെ നിരക്ക് 5% തുടരുകയും ചെയ്യുന്നുണ്ട്. വിദേശ വിദ്യാഭ്യാസമാണെങ്കിൽ ഈ ടി സി എസ് ഒഴിവാക്കിയ പരിധി 7 ലക്ഷം രൂപ വരെയാണ്. അതിൻ്റെ ടി സി എസ് നിരക്ക് 5%. ഇനി എഡ്യൂക്കേഷൻ ലോൺ എടുത്ത് അയക്കുന്നതിനാണെങ്കിൽ ഈ ഒഴിവാക്കിയ ടി സി എസ് പരിധി 7 ലക്ഷം രൂപ വരെയാണ്. അതിൻ്റെ നിരക്ക് 0.5% ആയിരിക്കും ടി സി എസും. ഈ രാജ്യാന്തര ക്രെഡിറ്റ് കാർഡിൻ്റെ എക്സ്പെൻസ് ആണെങ്കിൽ അതിന് ഒഴിവാക്കിയ പരിധി ബാധകമല്ല. അതുകൊണ്ട് തന്നെ ടി സി എസും ബാധകമല്ല എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ വിദേശത്തേക്ക് തുക അയക്കുന്നതുമായി ബന്ധപ്പെട്ട ഏകദേശ ഒരു വിവരം ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ മറ്റ് വിവരങ്ങളും തുടർന്ന് വരുന്ന എപ്പിസോഡുകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.